പിരിച്ചു പിരിച്ചു നടക്കും പൂച്ച ചങ്ങാതി, കാശുണ്ടാക്കാൻ വേഷം കെട്ടിയ വീട്ടിച്ചട്ടമ്പി. മീശ പിരിച്ചു പിരിച്ചു നടക്കും പൂച്ച ചങ്ങാതി, കാശുണ്ടാക്കാൻ വേഷം കെട്ടിയ വീട്ടിച്ചട്ടമ്പി. മക്കളി തീക്കളി തക്കിട തരികിട അക്കിടി പറ്റിയതാക്കാണ്, ചക്കിട ചടപട തല്ലും വാങ്ങി തെക്കോട്ടോടിയതാരാണ്. ചോട്ടാ മീശേ ചലോ ചലോ വാടായലുമ്പാ സുനോ സുനോ. ചോട്ടാ മീശേ ചലോ ചലോ വാടായലുമ്പാ സുനോ സുനോ. ഹായ് കൂട്ടുകാരെ, ഞങ്ങൾ വീണ്ടും എത്തിയിട്ടോ. അടിപൊളി കഥകളും തകർപ്പൻ പാട്ടുകളുമായിട്ടാ ഈ തവണയും ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ആശാനെ, നമ്മുടെ അടിപൊളി കഥകളിൽ ആദ്യത്തെ കഥ അങ്ങ് പറഞ്ഞാട്ടെ. എന്നാ പിടിച്ചോ ഒരു ഉഗ്രൻ കഥ. അല്ല, ഏത് കഥ ആശാനെ? ആ കുഞ്ഞാറ നമുക്കിട്ടൊരു പണി തന്നില്ലടാ, ആ കഥ തന്നെ ആയിക്കോട്ടെ. ഓ, ആ ഹോട്ടൽ കഥയോ? അത് തന്നെ. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ അടിപൊളി കഥകളിലേക്ക് സ്വാഗതം. എന്താണേലും കണ്ട ടീന്നെല്ലാം തൊഴിച്ച് തെറിപ്പിക്കുന്നേ. ഹോ, ടിന്നായിരുന്നോ? ഞാൻ കരുതിയത് ബോളാണെന്നാ. ആശാനെ, സത്യമായിട്ടും വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല. എനിക്കും നല്ല വിശപ്പുണ്ടടാ എലുമ്പാ. നീ വാ, ഉള്ള കാശിന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അല്ലേലും ചില നേരത്ത് ആശാന് മുടിഞ്ഞ ബുദ്ധിയാ. ഹോ, ആ കുഞ്ഞാറം പറ്റിച്ചതി പിന്നെ ഹോട്ടലെന്ന് കേട്ടാ തന്നെ പേടിയാ. സത്യം, അതൊരു ഒന്നൊന്നര പറ്റിക്കലായി പോയി. വാ, വേഗം പോയേക്കാം. ചോറെങ്ങാനും തീർന്നു പോയാലോ? ഏയ്, അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. വാ, വേഗം പോയേക്കാം. അയ്യോ, ചതിച്ചു. ആശാനെ, ദേ ഇരിക്കുന്ന കുരിശ്. ഓ, ശരിയാണല്ലോ, അവരെ കാണാതിരിക്കാം. ഡേയ്, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരി. ഓ, ചതിച്ചാശാനെ, അവൻ കണ്ടു. ഓ, പെട്ടടാ എലുമ്പാ. എന്തിനാ, എന്താ കാര്യം? ആ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഏയ്, ഇങ്ങോട്ട് വന്നേ, ഒരു പ്രധാന കാര്യം പറയാനാ. ഹൈ, ഇവിടെ ഇരിക്ക്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എന്ത് കാര്യം? നിന്റെ കൂടെ ഹോട്ടലിൽ കയറിയപ്പോഴെല്ലാം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ട്. ഏയ്, ഇതങ്ങനല്ല. നിങ്ങളൊന്നും ഇതുവരെ അത് മറന്നില്ലേ? ഞാനതൊക്കെ എന്നേ മറന്നു. ശമ്പളം തരാത്തത് ഞാനും മറന്നു. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ചിക്കനാ, കുറച്ച് കൂടിപ്പോയി. ഇത് നിങ്ങൾ കഴിച്ചോ? നീ കഴിച്ചതിന്റെ ബാക്കി ഞങ്ങൾ കഴിക്കണോ? നീ പോ കുഞ്ഞാറാ, ഞങ്ങൾക്ക് വേണ്ട. അയ്യോ, ഞങ്ങൾ കഴിച്ചിട്ടില്ല, വാങ്ങിയിട്ടേ ഉള്ളൂ. അതെ അതെ, ഞങ്ങള് തൊട്ടിട്ട് പോലും ഇല്ല. അയ്യോ, ഞങ്ങൾക്കിനി ഒരു കല്യാണത്തിന് പോയി ബിരിയാണിയും കഴിക്കാനുള്ളതാ, അതുകൊണ്ടാ. ആശാനെ, എന്താ വേണ്ടത്? നല്ല വിശപ്പുണ്ട്, ഓസിന് കിട്ടിയല്ലേ, തട്ടിയേക്കാം. പേടിക്കേണ്ട, നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ പോയി കൈ കഴുകി വരട്ടെ. രസാപ്പില്ലേ, 750 രൂപ. 750? ഇത് ഞങ്ങളല്ല ഓർഡർ ചെയ്തത്, ഇവിടെ ഇരുന്ന കുഞ്ഞാറനാ. അതൊന്നും എനിക്കറിയണ്ട. നിങ്ങള് ബില്ല് തരുമെന്ന് പറഞ്ഞാ അവര് പോയത്. മാത്രമല്ല,
നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ. ആശാനെ, അവൻ വീണ്ടും ചതിച്ചു. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഞങ്ങളുടെ ആദ്യത്തെ കഥ? ആ കുഞ്ഞാറൻ വീണ്ടും ഞങ്ങളെ പറ്റിച്ച പറ്റിക്കൽ കണ്ടില്ലേ? ആ എന്നാ അതേ പിടിച്ചോ, അടുത്ത കഥ. അതേത് കഥയാശാനെ? നമ്മുടെ ആ ബൈക്ക് എക്സ്ചേഞ്ച് കഥയില്ലേ, അത് തന്നെ ആയിക്കോട്ടെ. അത് കൊള്ളാം, തട്ടിക്കോ. അതല്ല, കാറടിച്ചവന്റെ തലയിൽ തേങ്ങ വീണ് മരിച്ചു. ആഹാ, നല്ല വാർത്ത. 2 വീലർ എക്സ്ചേഞ്ച് മേള. ആശാനെ, 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 ഒന്ന് എഴുന്നേറ്റാട്ടെ. എഴുന്നേൽക്ക്. എന്താണേലും ബാ, നീ എന്നെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? ആശാനെ, കോളടിച്ചു. ദേ വാർത്ത കണ്ടോ? 2 വീലർ എക്സ്ചേഞ്ച് മേള. ആശാന്റെ പന്ന ബൈക്ക് വിറ്റ് നമുക്കൊരു പുത്തൻ ബൈക്ക് വാങ്ങാന്നേ. അത് കൊള്ളാലോ. ഇത് കലക്കി ഒരു പുത്തൻ ബൈക്ക് വാങ്ങിയിട്ട് വേണം ഒന്നടിച്ചു പൊളിക്കാൻ. ഒന്ന് വേഗം വാ ആശാനെ, ആള് കൂടും മുമ്പ് നമുക്ക് പോയി വാങ്ങാം. ഞാൻ എത്തി. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, കൈപ്പത്തി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല, അച്ചറ കാട്ടി നടക്കും, ഇക്കറ കാട്ടി വടക്കായി, വടക്കും തെക്കും നടന്ന് നാട് ഓടിക്കും. ചിരുന്നോടാ. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ. ആശാനെ, നമുക്ക് ഭാഗ്യമുണ്ട്, ആരും എത്തിയിട്ടില്ല. ഉഗ്രൻ ഏലസുകൾ, അപൂർവ ഇനം ഏലസുകൾ, അത്ഭുതകരമായ ഏലസുകൾ, ജോലി, കാർ, വീട്, പണം എല്ലാം കിട്ടും. ഈ ഏലസ് വാങ്ങി കെട്ടിയാൽ മതി. എന്നാ പിന്നെ താനിതൊന്ന് വാങ്ങി കെട്ടിക്കോ, എനിക്കിതെല്ലാം കിട്ടുമല്ലോ. അല്ല പിന്നെ, ഓരോ മണ്ടന്മാര്. ആശാനെ, രൂപ 5000 ലാഭം. കോളടിച്ചു സർ. ഇത് മഹാഭാഗ്യമാണ്. ഇന്ന് അമാവാസി ദിനമാണ്. ഇന്നൊരു ബൈക്ക് വാങ്ങിയാൽ അടുത്ത അമാവാസിക്ക് മുമ്പ് ഒച്ചടി കയറ്റമായിരിക്കും. ഓക്കേ, ദാ പണം. വേഗം ബൈക്ക് തന്നേരെ സാർ. ദേ ചാവി, പിന്നെ ഹെൽമെറ്റ് ഫ്രീ ആണ്. ഹെൽമെറ്റ് ഫ്രീയോ? കൊള്ളാമല്ലോ ആശാനെ, ഇത് കലക്കി. എലുമ്പ 2 കിലോ ലഡു കൂടി വാങ്ങിക്കോ, നാട്ടുകാർക്ക് കൊടുക്കാം. ഹോ, ഈ ആശാന്റെ ഒരു കാര്യം. എനിക്ക് 2 ലഡു തിന്നണം. വേഗം കേറണേ എലുമ്പ. ഈ ഹെൽമെറ്റ് വെച്ച് പുതിയ വണ്ടി ഓടിച്ചിട്ട് എന്ത് കാര്യം? എല്ലാവരും എന്റെ മുഖം ശരിക്കൊന്ന് കാണട്ടെ. അത് ശരി ആശാനെ, ഇങ്ങ് താ, ഞാൻ പിടിക്കാം. പോലീസ്, വേഗം ഹെൽമെറ്റിന്റെ തലയിൽ വെക്ക്. ഇതിലാണെങ്കിൽ ബ്രേക്കും കിട്ടുന്നില്ലല്ലോ. അയ്യോ ആശാനെ, പിടിച്ചോ. ആ ദ്രോഹി ചതിച്ചു. അയ്യോ, ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ദേ ഞങ്ങളെ വണ്ടി എടുപ്പിച്ച് കൊല്ലുന്നേ. പിടിയടാവന്മാരെ. അയ്യോ, അയ്യോ, 10,000 രൂപ ഫൈൻ അടച്ചിട്ട് പോയാ മതി. വധശ്രമത്തിനാ കേസ്. അത് മാത്രമല്ല സാറേ, എടുവെച്ചെറിയുകയും ചെയ്തു. വേഗം 10,000 എടുത്തോ. പഴയത് കൊടുത്തപ്പം ലാഭം 5000, പുതിയത് വാങ്ങിയപ്പം നഷ്ടം 10000. അമാവാസി ബൈക്കിന്റെ ഒരു ഗുണം. ഈ കഥയും കൂട്ടുകാർക്ക് ഒരുപാട് ഇഷ്ടമായല്ലോ അല്ലേ? പിന്നല്ലാതെ.
എന്റെ കഥ കേട്ടാ ഇഷ്ടപ്പെടാത്ത ആരും